രാധാകൃഷ്ണൻ, ഈ അടിയന്തരാവസ്ഥ അടുത്ത കൊല്ലമാണ് അതിൻ്റെ 50-ാം വാർഷികം. പക്ഷേ ഒരു വർഷത്തെ ആചരണമാണ് BJP തുടങ്ങി വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം മോദി MP-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഈ സ്പീക്കർ ഓം പ്രകാശ് ബിർള തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി അടിയന്തരാവസ്ഥയെപ്പറ്റി. ആ കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കോൺഗ്രസ് കവർന്നെടുത്തതിനെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞ് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് 2 മിനിറ്റ് മൗനമായി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ അത് നമ്മൾ ചെയ്യുന്നത് ഈ മരണം ആചരിച്ച് അതിൻ്റെ വാർഷികത്തിനൊക്കെയാണ് മൗന പ്രാർത്ഥന. അങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന് ഹൈക്കമാൻഡായ KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ വിരുദ്ധമാണെന്ന്. അദ്ദേഹം ജനാധിപത്യ പാർട്ടിയുടെ ഹൈക്കമാൻഡ് എന്നുള്ളതിലേക്ക് അത് പറയാൻ ബാധ്യസ്ഥനാണല്ലോ. രാധാകൃഷ്ണനും ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. എന്താണ് ഈ മൗനപ്രാർത്ഥനയ്ക്ക് പിന്നിലുള്ളത്? അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ധാരാളം പേര് പോലീസ് മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജീവച്ഛവങ്ങളായി ജീവിച്ചിരുന്ന് പിന്നീട് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ രാഷ്ട്രം ആദരാഞ്ജലി അർപ്പിക്കേണ്ടതില്ലേ? അതെ, അതാണ് സ്പീക്കർ ചെയ്തത്. മാത്രവുമല്ല, അടിയന്തരാവസ്ഥ തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസ്സുകാരിൽ പലരും പിന്നീട് അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് തെറ്റായിപ്പോയോ? രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട് തെറ്റായിപ്പോയോ, അത് കാര്യമാണ്. പക്ഷെ അത് വെറും തെറ്റായിപ്പോയി എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. അതെ, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നാവടക്കൂ പണിയെടുക്കൂ എന്ന് ഒരു ഭരണാധികാരി ആ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത്, ഞാൻ പറഞ്ഞിരിക്കുന്ന പണി നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമായ അടിമത്തമാണ്. ഒരക്ഷരം എതിര് പറയാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അടിമ വ്യവസ്ഥയിലെ ജീവിത രീതിയാണ്. ആ അടിമ വ്യവസ്ഥയിലെ ജീവിത രീതിയാണ് അടിയന്തരാവസ്ഥയിൽ ഉണ്ടാക്കപ്പെട്ടത്. പൗരാവകാശങ്ങൾ മുഴുവൻ പോയി. മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. ആ നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ നാവടക്കി ഇഴഞ്ഞു നീങ്ങിയ ഒരു രീതി കേരളത്തിലെയും ഇന്ത്യയിലെയും പല മാധ്യമങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നൊരു നാണം കേടുണ്ടാക്കുന്ന വസ്തുതയാണ്. അതെ, പിന്നീട് ഞാൻ ജോലി ചെയ്ത മലയാള മനോരമയ്ക്ക് അന്ന് ഈ ഒരു അസാധാരണ ജീവിയെ കേരളത്തിൽ കണ്ടെത്തി. ഈനാമ്പേച്ചി ആയിരുന്നു. അത് ഓൾറെഡി ഉള്ള ഒരു ജീവിയാണ്, പക്ഷെ പുതിയൊരു ജീവിയാണെന്ന് പറഞ്ഞിട്ട് 5-6 ദിവസം അതിനെ ഓടിച്ചു. അല്ല, അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതി. വെട്ടുകിളിയെ പറ്റി എഡിറ്റോറിയൽ വന്ന് എഡിറ്റോറിയലൊക്കെ അതിനെക്കുറിച്ചായിരുന്നു. ഇത് പറയുമ്പോൾ അങ്ങയുടെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ശ്രീ P. ഗോവിന്ദപിള്ള അക്കാലത്ത് നാടൻ പാട്ടുകളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് പോയി. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ബുദ്ധിജീവി, ഇടതുപക്ഷ ബുദ്ധിജീവി തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ നാടൻ പാട്ടിൻ്റെ മഹത്വം എന്തെന്ന് ഗവേഷിച്ചറിയുക എന്നുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട പലരും നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമീ എന്ന് പറഞ്ഞിട്ടൊരു ഗാനമുണ്ട്. മടിശീല ഉണ്ടായിരുന്നു. അല്ല, അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ധാരാളം പേര് ജയിലിലും കിടന്നിട്ടുണ്ട്. നമ്മൾ അതും കൂടി ഓർക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ. കൊടിയ മർദ്ദനത്തിന് പിണറായി വിജയൻ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം സഹകരണ മന്ത്രിയായിട്ട് അന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോയി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ, അനുഭവങ്ങളുടെ മൂലധനം എന്ന് പറഞ്ഞിട്ടൊരു പരമ്പരയുണ്ടായിരുന്നു അന്ന് മനോരമയിൽ. അതിനുവേണ്ടി അദ്ദേഹം ജീവിതകഥ പറഞ്ഞപ്പോൾ ജോസഫ് തോമസ് അതെ മർദ്ദിച്ച കഥ എന്നോട് പറയുകയുണ്ടായി. അല്ല, അത് അദ്ദേഹം അതിനെ സധൈര്യം നേരിട്ട ഒരാളാണ്. അത് ജോസഫ് തോമസിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതെ നിന്ന് മർദ്ദനമേറ്റ ഒരു മനുഷ്യനാണ്. ആ മർദ്ദനം ഏറ്റെടുത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് MV രാഘവനും അതിനകത്ത് മർദ്ദനമേറ്റ ഒരാളാണ്. നമ്മളതൊക്കെ അതിൽ മർദ്ദനമേറ്റിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. മാരേജ് കോളേജിലെ കുട്ടികളുണ്ടായിരുന്നു. ആ മാരേജ് കോളേജിൽ ഞങ്ങൾ
വിദ്യാർത്ഥികൾ. രാധാകൃഷ്ണൻ പറയുന്നത് ഇപ്പോൾ പാർലമെന്റിലൊരു പ്രമേയം അവതരിപ്പിച്ചല്ലോ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച്. കേരളത്തിലും അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലേ? കേരളത്തിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. സത്യത്തിൽ അത് ചെയ്തില്ല എന്നുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് അതിൻ്റെ തിക്തഫലങ്ങൾ ആവോളം അനുഭവിച്ചൊരു മുഖ്യമന്ത്രി, ജനാധിപത്യത്തിന് വേണ്ടി ഇന്നിപ്പോൾ എല്ലാവരും നിലകൊള്ളുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രമേയം അതിൽ വന്നിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ. അതെന്തോ ആയിക്കോട്ടെ. ഇനി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് പൊതുവെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വലിയ ജനാധിപത്യവാദിയായിരുന്നു. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സുതാര്യതയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന മഹാനായ മനുഷ്യനായിരുന്നു. എന്തോ ഇന്ദിരാഗാന്ധിക്ക് അത് തെറ്റായിപ്പോയി എന്നാണ് പലരും പറയുന്നത്. എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ അത് കുറേ കൂടി റൂഡായ രീതിയിൽ നടപ്പിലാക്കുക എന്ന രീതിയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് എന്നാണ് സൂക്ഷ്മത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ലെനിൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് അതിൻ്റെ കുറേ കൂടി റൂഡ് ഫോമിൽ സ്റ്റാലിൻ ചെയ്തു എന്നല്ലാതെ ലെനിനും സ്റ്റാലിനും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമില്ലാത്തതുപോലെയാണ് പണ്ഡിറ്റ് ജിയും ഈ പറഞ്ഞ ഇന്ദിരാജിയും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുകയും തന്നെ വിമർശിക്കണം എന്ന് ആരാണ് കുട്ടിയോടാ ആരോടോ പറയുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റിനോട് പറയുകയും ശങ്കറിനോട് ഡോൺ സ്പെയർ മീ ശങ്കർ എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഈ മാന്യനാണ് 17 പുസ്തകങ്ങൾ നിരോധിച്ചത്. ഒന്നും രണ്ടുമല്ല, 17 എണ്ണം. ഇന്ദിരാഗാന്ധി പക്ഷേ 11 പുസ്തകങ്ങളെ അവരുടെ ഭരണകാലത്ത് നിരോധിച്ചിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ ആകെ ഭരണകാലത്ത് 33 പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ട് അതിലൊന്ന് സൈറ്റനിക് വേഴ്സസ് കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് ഗാന്ധിയെക്കുറിച്ചുള്ളതുണ്ട്, ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചുള്ളതുണ്ട്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പുസ്തകങ്ങളുണ്ട്, വിദേശ പുസ്തകങ്ങളുണ്ട്. ഗാന്ധി സിനിമയും ആ പുസ്തകവും നിരോധിച്ചു. അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതിലുള്ള ഈ വൈരുദ്ധ്യം കാണണം. ഇനി രണ്ടാമത്തെ കാര്യം, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെപ്പോട്ടിസമാണ്. കാരണം നെപ്പോട്ടിസം 2 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, ഒരു പദവിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അയാളുടെ മെരിറ്റും സർവീസുമാണ് പരിഗണിക്കേണ്ടത്. അയാളുടെ കർമ്മമഹിമയാണ് നമ്മൾ എടുക്കേണ്ടത്. ആ കർമ്മമഹിമ എടുക്കുന്നതാണ് ജനാധിപത്യ രീതി. അപ്പോൾ ആ കർമ്മമഹിമ കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിനെ നമ്മൾ തുറന്നിടേണ്ടി വരും. ഒരു ഓപ്പൺ സൊസൈറ്റി വരുന്നത് അങ്ങനെയാണ്. സൊസൈറ്റി ഒരു തുറന്ന സമീപനത്തിലേക്ക് വരുന്നത് കർമ്മമഹിമ പ്രകടിപ്പിക്കുന്നവരെ കണ്ടെത്തി പദവികൾ കൊടുക്കുമ്പോഴാണ്. പക്ഷേ സ്വജനപക്ഷപാതം എന്ന് വരുന്ന സമയത്ത് ജന്മമഹത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നെഹ്റു അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ ജാതിക്കാരുമായിട്ടുള്ള എത്ര പേരെയാണ് പദവികളിൽ നിയമിച്ചത് അക്കാലത്ത്. ഇപ്പോൾ വിജയലക്ഷ്മി പണ്ഡിറ്റ്, BK നെഹ്റു തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആനന്ദഭവനിൽ നിന്നിരുന്ന ജോലിക്കാരടക്കമുള്ളവർ തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ട് കാശ്മീരി പണ്ഡിറ്റ്, കാശ്മീരിലെ കൗൾ എന്ന് പറയുന്ന അത് കൂടാതെ ഒരുപാട് പേര്, അങ്ങനെ 1 ഡസൻ പേര് അദ്ദേഹം നിയമിക്കുകയാണ് ചെയ്തത് ഏറ്റവും സമുന്നതമായ പദവികളിൽ. അന്ന് ആ പദവികൾ കൈയാളാൻ യോഗ്യരായിട്ടുള്ള ആയിരക്കണക്കിന് പേര് കോൺഗ്രസ്സിലുണ്ടായിരുന്നു എന്ന സത്യം അവശേഷിച്ചിട്ടുണ്ട്. അപ്പം നെപ്പോട്ടിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കാതിരിക്കുന്ന ഒരാൾ, അതിൻ്റെ അനന്തരഫലമാണല്ലോ 49-ലോ 50-ലോ മറ്റോ ആണ് മറ്റേ സുൽത്താൻപുരി 1951 മജ്റൂ സുൽത്താൻപുരി. അപ്പോൾ വലിയ ഹിന്ദി കവിയാണ് അദ്ദേഹം. ഹിന്ദി സിനിമയിലെ വയലാർ രാമവർമ്മ അതിനേക്കാൾ വലിയവനാണ്. എന്താ കാര്യം എന്നല്ലേ, ജാഹുങ്കമേത്തുജെ എന്നുള്ള പ്രസിദ്ധമായ പാട്ട് എഴുതിയിരിക്കുന്നത്, ദോസ്തിയിലെ പാട്ട് ഇപ്പോഴും എവർ ടൈം ഹിറ്റാണ്. മനോഹരമായ വരികളിൽ ആ പാട്ട് എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഗുജറാത്ത് മിൽ വർക്കേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഇന്ത്യ കോമൺവെൽത്തിൽ ചേർന്നതിനെ വിമർശിച്ചു, അറസ്റ്റ് ചെയ്തു. അതെ, കവിത എഴുതി.
കവിത എഴുതി, അറസ്റ്റ് ചെയ്തു. അപ്പോൾ എവിടെ പോയി? അത് തന്നെയല്ലേ ഇന്ദിരാഗാന്ധിയും ചെയ്ത്, എന്നെ വിമർശിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ നെഹ്റുവിൻ്റെ അത്രയും കാപട്യം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേകതയാണ്. നെഹ്റു, അങ്ങേക്കറിയാമല്ലോ, നെഹ്റു എപ്പോഴും പറയാറുള്ള കാര്യം എന്താണ് രാമ? എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഇർറിലീജിയസ് ആണ്, ഞാൻ സെക്കുലറാണ്, എനിക്ക് മതപരമായ ചടങ്ങുകളിലൊന്നും വിശ്വാസമില്ല. ചെയ്യുന്നത് എന്താണ്? മതപരമായ ചടങ്ങുകൾ നടത്തിയാൽ അത് തനിക്ക് ലാഭകരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് മതപരമായ ചടങ്ങും ചെയ്യാൻ ഒരു മടിയുമില്ല എന്ന് ചെങ്കോൽ സംഭവം തെളിയിച്ചതല്ലേ? അതെ. അദ്ദേഹം കുളിച്ച് ഈറനഴിഞ്ഞ് സന്ധ്യക്ക് പുരോഹിതന്മാരുടെ മുമ്പിലിരുന്ന് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ടില്ലേ? ഓല്ലോ. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് പറയണ, ഐ ആം ആൻ ഇറിലീജിയസ് പേഴ്സൺ, ഐ എം എ സെക്കുലർ മാൻ ആൻഡ് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ദ സൊസൈറ്റി. പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടുള്ള ലഘുലേഖകൾ നമ്മുടെ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി വിതരണം ചെയ്തു. അവിടെ മനുഷ്യൻ വന്നിരിക്കുന്നത് മുങ്ങാനല്ലേ? മുങ്ങാനാണ്. അപ്പോൾ ഇതൊക്കെ ഏത് കാര്യവും ചെയ്യുന്ന ആളാണ് ഇന്ദിരാഗാന്ധി. ആ കാര്യത്തിൽ തനിക്ക് താനൊരു ഹിന്ദു പാരമ്പര്യമാണ് തൻ്റെ പാരമ്പര്യമെന്ന് പരസ്യമായിട്ട് തന്നെ അവകാശപ്പെട്ടിരുന്ന ഒരാളാണ്. അവർ റിലീജിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ എങ്ങനെയല്ല, ഇയാൾ ഇറിലീജിയസ് ആണെന്നാണ്. ആ കാപട്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഈ സ്വജനപക്ഷപാതം, അഭിപ്രായ. പക്ഷെ അയാളെ ജോൺ കെന്നത്ത് ഗാൽബ്രൈത്ത് ഇല്ലേ, ഈ അമേരിക്കയുടെ ഇവിടെ സ്ഥാനപതിയായിരുന്നേ, അങ്ങേരുടെ ഓട്ടോബയോഗ്രഫിയിൽ ഗാൽബ്രൈത്ത് പറയുന്നുണ്ടേ, ഗാൽബ്രൈത്തിനോട് ഒരിക്കൽ നെഹ്റു പറഞ്ഞു എന്ന്, ഐ ആം ദ ലാസ്റ്റ് ഇംഗ്ലീഷ് മാൻ ടു റൂൾ ഇന്ത്യ. അത് വളരെ കറക്റ്റാണ്. അത് അടിമുടി യൂറോസെൻട്രിക്കാണ്. ഇനി ഇതിനേക്കാൾ വലിയ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മഹാത്മാഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ മക്കളെക്കാൾ പ്രിയങ്കരനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് മഹാനായ രാമചന്ദ്ര ഗുഹയാണ്. തൻ്റെ രാഷ്ട്രീയ ഹെയർ എന്ന് പറഞ്ഞാൽ അവകാശിയല്ലേ, അവകാശിയായിട്ട് ഗാന്ധി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇത് രണ്ടിനും തെളിവില്ല, ഒന്നിനും തെളിവില്ല. പട്ടേൽ പ്രിയപ്പെട്ടവനായിരുന്നു ഗാന്ധിക്ക്, പക്ഷെ സ്വന്തം മക്കളെക്കാൾ മകനായിട്ട് നെഹ്റുവിനെയാണ് കരുതിയിരുന്നതെന്നാണ് ഗുഹ എഴുതിയിരിക്കുന്നത്. അത് വിശ്വസിക്കാനേ സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1927 മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാനായ ലെനിനെ കാണുന്നതിന് വേണ്ടി മഹത്തായ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചിരുന്നു. ആ സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ടാണ് ലെനിനെയും സോവിയറ്റ് യൂണിയനെയും പ്രശംസിച്ചുകൊണ്ട് കത്തെഴുതിയത്. അത് തിരിച്ചു വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ റഷ്യൻ മോഡൽ സോഷ്യലിസത്തിലാണ് വിശ്വസിക്കുന്നത്, എനിക്ക് ഗാന്ധി പറയുന്ന സത്യം, അഹിംസ, പഞ്ചായത്ത് തലത്തിലുള്ള ചെറിയ ചെറിയ ഗ്രാമീണ തൊഴിൽ സംരംഭങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുള്ളത് പാശ്ചാത്യ സെക്കുലറിസത്തിലും റഷ്യൻ മോഡൽ സോഷ്യലിസത്തിലുമാണ് എന്ന് ഗാന്ധിക്ക് എഴുതി. അപ്പോൾ ഗാന്ധി തിരിച്ചു പറഞ്ഞു എന്താണെന്നറിയാമോ, അൺഅഡൾട്ടറേറ്റഡ് നോൺ വയലൻസിൽ, മായം ചേർക്കാത്ത അഹിംസയിൽ അങ്ങയ്ക്ക് വിശ്വാസമില്ല എന്നത് എനിക്ക് വേദനയുളവാക്കുന്നു. അപ്പോൾ ഇയാൾ തിരിച്ചെഴുതി, എനിക്കതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല, ഞാൻ ഒരു റിലീജിയസ് കക്ഷിയാണ്. ഇനി അപ്പോൾ ഗാന്ധി പറഞ്ഞ് ദർ ഈസ് നോ മീറ്റിംഗ് പോയിൻറ്റ് ബിറ്റ്വീൻ അസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എങ്ങനെയാണ് ഗാന്ധിയുടെ ശിഷ്യനായിട്ടും മകനായിട്ടും രാമചന്ദ്ര ഗുഹയല്ല ഏത് ഗുഹ അവതരിപ്പിച്ചാലും അത് വൃത്തികേടാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അപ്പോൾ ഈ നെഹ്റുവിനിങ്ങനെ പ്രശംസിച്ച് ഗാന്ധിയുടെ എങ്ങനെയാണ് ഗാന്ധി പറയുന്ന ഒരാശയത്തിലും വിശ്വാസമില്ലാത്ത, 1927 ശേഷം ഒരിക്കൽ പോലും ഗാന്ധിയെ ഒരു സന്ദർഭത്തിലും അനുസരിച്ചിട്ടില്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എങ്ങനെയാണ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അവകാശിയായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. ഈ നെഹ്റുവിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ അങ്ങ് പണ്ഡിറ്റ് എന്ന് ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് പഠിച്ചേക്കുന്നത്.
അപ്പോൾ അത് കാരണം ഞാൻ ബഹുമാനിച്ചേക്കാലോ. സ്കോളർ എന്നുള്ള അർത്ഥത്തിൽ അല്ല, അദ്ദേഹം പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ജാതിപ്പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതിയാണ് ഈ പണ്ഡിറ്റ്. ആ വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വിജയലക്ഷ്മി പണ്ഡിറ്റിനെ സ്കോളർ എന്ന് ആരും വിശേഷിപ്പിക്കാൻ ഒരു സാധ്യതയില്ല. ഇപ്പോൾ കേരളത്തിൽ സമസ്തയെ പണ്ഡിത സഭ എന്ന് പറയുന്നുണ്ടല്ലോ. അതും ഇതുപോലെ തന്നെയാണ്. അത് പിന്നെ വലിയ സ്കോളേഴ്സിൻ്റെ സംഗതിയാണ്. അവർ വലിയ സ്കോളേഴ്സാണ്. അല്ല, അവരും പണ്ഡിറ്റ്. അതെ. അപ്പോൾ ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹമാണ് യൂറോ സെൻട്രിക് ആയിരുന്നത്. ഇന്ത്യൻ പാരമ്പര്യത്തിൽ അഭിമാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയെ പുള്ളിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിലോ, പുള്ളിയുടെ അച്ഛൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഞാൻ ഈ കാശൊക്കെ മുടക്കുന്നത് എൻ്റെ മകനെ പ്രസിഡൻ്റാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. വേറെ ആരെങ്ങനെ പറയും? അപ്പോൾ ഈ ഒരു പാരമ്പര്യം വന്ന് അധികാരം തൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് വന്ന ഘട്ടത്തിൽ അതേ നെഹ്റുവിൻ്റെ തന്ത്രം ഉപയോഗിച്ച് തന്നെ സകല അഭിപ്രായങ്ങളും ഇനി വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്തത്. അപ്പോൾ എങ്ങനെയാണിത് നെഹ്റുവിൽ നിന്ന് എങ്ങനെയാണ് ഇന്ദിര വ്യത്യാസമായിരിക്കണം? ഒരു വ്യത്യാസമില്ല. നെഹ്റു ചെയ്ത കാര്യം കുറേ കൂടി റൂഡായ രീതിയിൽ ആര് ചെയ്തു? ഇന്ദിര ചെയ്തു. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് എന്നേക്കുമായ നാണക്കേടുണ്ടാക്കി. അന്ന് അവരെ ഇതിന് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നത് CPI-ക്കാരാണ്. അന്ന് CPI ഒരു തിയറി തന്നെ അവതരിപ്പിച്ചു. എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ കക്ഷി മതി, റഷ്യയിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുള്ള, അതുപോലെ ഇവിടെയും ഒരു രാഷ്ട്രീയ കക്ഷി മതി. ആ ഒരു രാഷ്ട്രീയ കക്ഷിയിലെ ഒരേ അഭിപ്രായമുള്ളവർ വന്ന് നിന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പം നിങ്ങൾ ചോദിക്കും, അവർ പിന്നീട് ഇടതുപക്ഷത്ത് ചേർന്നില്ലേന്ന്. ഇന്ദിരാഗാന്ധി തോറ്റു കഴിഞ്ഞപ്പോൾ ഇവർ കരുതിയത് ഇന്ദിര ഇതോടുകൂടി തീർന്നു പോകുമെന്നാണ്. അപ്പോഴാണ് അവർ മറ്റ് പക്ഷങ്ങളെക്കുറിച്ച് ആലോചിച്ചത്. ഇന്ന് അടിയന്തരാവസ്ഥയെ തള്ളി പറഞ്ഞുകൊണ്ട് അച്യുതമേനോൻ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടോ? എനിക്ക് അതിനേക്കാളും വേറൊരു കാര്യം പറയാനുണ്ട്. മലയാളികളുടെ ഒരു ജന്മസിദ്ധമായ കാപട്യത്തിൻ്റെയും കൂടി ഫലമാണോ എന്നറിയില്ല. ഒരു കാര്യമുള്ളത് എന്താണെന്നറിയാമോ? ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അങ്ങയുടെ പത്രം അടക്കമുള്ളവർ പറയുന്ന ആരെയാണ്? അച്യുതമേനോനാണെന്നാണ്. എങ്ങനെയാണ് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ധ്വംസിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് സംസ്ഥാനം ഭരിച്ച ഒരാളാണ് ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെ കരുതാൻ കഴിയും? ഇത് ചോദ്യമില്ല. ഇത് രാജനെ ഉരുട്ടിക്കൊന്ന കാലമാണത്. ആ, രാജന് എത്ര പേര് തല്ലുകൊണ്ട്, ഒരുപാട് പേര് തല്ലുകൊണ്ട്. രാജൻ കൊല ചെയ്യപ്പെട്ടൊരു വിദ്യാർത്ഥി. ഇനി എന്ന് മാത്രമല്ല, ഈ അതിനെ എതിർത്തത് ആരൊക്കെയാണെന്നറിയാമോ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ കുറേ പേര് എതിർത്തിട്ടുണ്ട്. RSSകാർ വളരെ സജീവമായ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, നിരോധിച്ചല്ലോ അന്ന് RSSൻ്റെ കൂടെ. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട ഒരു വലിയൊരു വാച്ച് കച്ചവടക്കാരൻ ബ്രോഡ്വേയിലുള്ള അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. അവൾ ആ കടയുടെ ഭാവി നോക്കാതെ തന്നെ അറസ്റ്റ് വരിച്ചു. പിന്നെ ഈ പാവം ഞങ്ങൾ ഒരു പരിവർത്തനവാദികളെന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രൂപ്പ് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. മലയാളികൾ മഹാഭൂരിപക്ഷം പേരും അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നു എന്നതാണ് വസ്തുത. അടിയന്തരാവസ്ഥ കഴിഞ്ഞു വന്ന തെരഞ്ഞെടുപ്പിൽ 117 സീറ്റ്, 111 അല്ലേ, 111 സീറ്റ് കൊടുത്തിട്ടാണ് UDFനെ ജയിപ്പിച്ചത്. സാക്ഷാൽ KR ഗൗരി ചേർത്ത് അരൂർ തോറ്റുപോയി. ഓർമ്മയുണ്ടാകും. അത് PK ശ്രീനിവാസനായിരുന്നു എതിര് നിന്നത്, CPI-ക്കാരൻ. ശ്രീനിവാസൻ ജയിച്ചു. PS ശ്രീനിവാസൻ. PS ശ്രീനിവാസൻ, വൈക്കം ഉള്ള കക്ഷി. അദ്ദേഹമാണ് അവരെ തോൽപ്പിച്ചത്. അവർ തോറ്റുപോയി. അവർ തോറ്റുന്നല്ല, അന്ന് മത്സരിച്ച മിക്കവാറും പേര് തോറ്റുപോയി. വലിയ രീതിയിൽ വന്ന് ഏതാണ്ട് 20 പാർലമെൻറ്റ് അംഗങ്ങളെയും കിട്ടി, ഇല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് എന്നിട്ടാണ് പറയണത് ഇത് കേരളമാണെന്ന്. അതിനെ തോൽപ്പിച്ചത് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിന് അവരുടെ എല്ലാ അഹങ്കാരത്തെയും അടക്കി നിർത്തിക്കൊണ്ട് തോൽപ്പിച്ചത്. ഇപ്പോൾ എല്ലാവരും പശു, സംഘി, ചാണകം എന്ന് പറയുന്നില്ലേ, ആ നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന കാര്യം മറക്കരുത്. കാരണം ഒരു കാര്യം,
അവരുടെ ധാർമ്മിക ബോധമാണ് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത്. അപ്പോൾ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്നവരെ, ആ ഭരണഘടനയുടെ ഏറ്റവും വലിയ അന്തസത്ത, ഇതൊരു ജനാധിപത്യ സംവിധാനത്തിലെ ഭരണഘടന ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ അന്തസത്ത എന്താണ്? ഈ വായിച്ചിട്ടില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കൂടെയുള്ളവരൊക്കെ ഭരണഘടനയുടെ കോപ്പി കൂട്ടമായിട്ട് വാങ്ങിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. പക്ഷേ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ഭേദഗതികൾ നടന്ന ഈ അടിയന്തരാവസ്ഥ കാലത്താണ്. അതെ, അടിസ്ഥാന പരികല്പനകൾ. അതെ, 42ാം ഭരണഘടനാ ഭേദഗതി കുപ്രസിദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 67 നിയമങ്ങൾ, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചു. 10th ഷെഡ്യൂളിൽ വെച്ചത് 10ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. 10ാം പട്ടികയുടെ കൂട്ടത്തിൽ അത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതെ. ഇനി അത് ഞാൻ വേറൊന്നും ചോദിക്കട്ടില്ലേ, കേശവാനന്ദ ഭാരതി വിധിയിൽ വന്നപ്പോഴേക്കാണല്ല ബേസിക് സ്ട്രക്ചർ വരുന്നത്. ആ ബേസിക് സ്ട്രക്ചർ പ്രിയാമ്പിളിൽ പറയുന്ന ബേസിക് സ്ട്രക്ചറിൽ ആരും തുടരുതെന്നല്ലേ പറഞ്ഞത്. അതിനുശേഷമല്ലേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് പ്രിയാമ്പിളിൽ ഈ സെക്കുലറിസവും സോഷ്യലിസവും കൂട്ടിച്ചേർത്തത്. അതിനെക്കുറിച്ച് എന്താണ് ഇവിടുത്തെ കോടതികൾക്ക് പറയാനുള്ളത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യലിസം എന്നും സെക്കുലറിസം എന്നും കൂട്ടിച്ചേർത്ത ശേഷവും മുകളിൽ നമ്മുടെ 1950 റിപ്പബ്ലിക്കായ ആ ഡേറ്റ് കിടപ്പുണ്ട്. അപ്പം പിന്നെ ഈ കൂട്ടിച്ചേർത്തത് നിയമവിരുദ്ധമല്ലേ എന്നൊരു ഇത് സുപ്രീം കോടതിയിൽ റഫർ ചെയ്തത് മാറ്റേണ്ടതാണ്, മാറ്റാവുന്നതാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആ ഡേറ്റെങ്കിലും ഡേറ്റ് ഉണ്ടല്ലോ അവിടെ. അല്ല, അതിന് അവർ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഫുട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഇത്രാമത്തെ അമെൻമെൻറ്റ് വഴി ഉൾപ്പെടുത്തിയതാണെന്ന് പറഞ്ഞിട്ട്. അതാണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് അവർ പറയുക. പക്ഷേ എന്തായാലും ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പ്രിയാമ്പിളിൽ പറയുന്ന അന്തർലീനമായിരിക്കുന്ന ബേസിക് സ്ട്രക്ചറിൽ തുടരുത് എന്ന് പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതി ഇതെങ്ങനെ അംഗീകരിച്ചു? അതെ, ആ ഒരു ചോദ്യമില്ലേ? അപ്പോൾ ഇത് ഒന്ന്, ഈ കേശവാനന്ദ ഭാരതി കേസിൽ 13 ജഡ്ജിമാരിൽ 7ഉം 6ഉമാണ് വിധി, അല്ലാതെ ഈ യുനാനിമസ് ജഡ്ജ്മെൻ്റ് അല്ല. അതൊരു കുക്ക്ഡപ്പ് ആക്കി ഉണ്ടാക്കിയെടുത്തൊരു വിധിയാണ്. അതിനകത്ത് ഇത് എന്താണ് ബേസിക് സ്ട്രക്ചർ, എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് ഡിഫൈൻ ചെയ്യണ്ടേ? ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാതെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഭരണഘടനയിൽ എഴുതി വെച്ചാൽ അത് എപ്പോഴും അവ്യക്തത ഉണ്ടാക്കില്ലേ, അനിശ്ചിതത്വം ഉണ്ടാക്കില്ലേ? ഇതൊന്നും ആലോചിക്കാതെയാണ് കോടതികൾ പറയുന്നത് ബേസിക് സ്ട്രക്ചർ അതൊന്നും തൊടാൻ പാടില്ല. അപ്പോൾ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു പ്രമേയം, ആ പ്രമേയം ഉചിതമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കൊല്ലപ്പെട്ടവർക്ക് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ത്യാഗം സഹിച്ച് ജീവത്യാഗം ചെയ്തിട്ടുള്ള അറിയപ്പെടാത്ത സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നത് തെറ്റാണ് എന്നെങ്ങനെ പറയാൻ കഴിയും? മാത്രമല്ല ഭരണഘടനയെ കുഴിച്ചു മൂടിയതിൻ്റെ പൈതൃകം അത് കോൺഗ്രസിനാണ് എന്നുള്ളത് അല്ല, അത് മാത്രമല്ല എല്ലാവരും അറിയണ്ടേ അത് കോൺഗ്രസ് ആണെന്ന്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.